പ്രിയപ്പെട്ട കേരളീയരെ, വേനൽക്കാലം ശക്തമാക്കുന്നതിനോടൊപ്പം സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകത അഭൂതപൂർവമായ വേഗത്തിൽ ഉയരുകയാണ്. ഇത് നമ്മുടെ വൈദ്യുതി വിതരണ സംവിധാനത്തിനും കുടുംബ ബജറ്റിനും ഒരുപോലെ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. കേരള സർക്കാരിൻ്റെ വൈദ്യുതി വകുപ്പും സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡും ആസൂത്രണം, പദ്ധതി നടപ്പാക്കൽ, നിരീക്ഷണവും സമസ്യാപരിഹാരവും തുടങ്ങി എല്ലാ തലത്തിലും പരമാവധി പരിശ്രമിക്കുകയാണ്. എന്നിരുന്നാലും അതിശക്തമായ ചൂട് തരംഗം, എൽ നീനോ പ്രതിഭാസം, ഉത്തരേന്ത്യയിലെ തെർമൽ പവർ പ്ലാന്റ് പൊട്ടിത്തെറിക്കൽ, അപകടങ്ങൾ എന്നിവ കൊണ്ടുണ്ടാക്കുന്ന വിതരണ തടസ്സങ്ങൾ, പശ്ചിമേഷ്യന് ഊർജ പ്രതിസന്ധിയെ തുടർന്നുള്ള ഗ്യാസ് വില വർധനവും എന്നിവ പോലുള്ള ചില വെല്ലുവിളികൾ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമാണ്. എന്നാൽ കേരളത്തിൻ്റെ ബോധവൽക്കരിക്കപ്പെട്ട ജനങ്ങളായ നാം ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി സഹകരിച്ചാൽ ഈ വെല്ലുവിളിയെ വിജയകരമായി നേരിടാൻ കഴിയും. വീടുകളുടെ മേൽക്കൂരയിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യ പ്രയോഗിക്കുന്നതിന് ഉള്ളിൽ ചൂട് കുറയ്ക്കാൻ സഹായിക്കും. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിലൂടെ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കുറയ്ക്കാൻ കഴിയുമെന്നാണ്. ഇതുവഴി ആകെ വൈദ്യുതി ആവശ്യകത കുറയുകയും നിലവിലുള്ള പ്രതിസന്ധി ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കുമ്പോൾ താപനില 76 ഡിഗ്രി സെൽഷ്യസിലെ ക്രമീകരിക്കുന്നതിനും ഫാനുകളോടൊപ്പം പ്രവർത്തിപ്പിക്കുന്നതിനും ഫിൽട്ടറുകൾ കൃത്യമായി വൃത്തിയാക്കുന്നതിനും വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ വൈദ്യുതി ആവശ്യകത ഏറ്റവും ഉയർന്നിരിക്കുന്ന സമയങ്ങളിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജറുകൾ, വാഷിംഗ് മെഷീനുകൾ തുടങ്ങിയ ഉയർന്ന വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുന്നതിന് ആവശ്യകത കുറയ്ക്കാൻ സഹായിക്കും. ഇത്തരം പ്രവർത്തനങ്ങൾ സൗരോർജ ലഭ്യത കൂടുതലുള്ള പകൽ സമയങ്ങളിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക. അതുപോലെ എയർ കണ്ടീഷണറുകളുടെ ഉപയോഗത്തിൽ ഇടയ്ക്കിടെ ചെറിയ ഇടവേളകൾ നൽകുന്നതിനും സാധ്യമാവുന്ന ഇടത്തെല്ലാം പരീക്ഷിക്കാവുന്നതാണ്. ഗുണമേന്മയുള്ള LED ബൾബുകൾ ഉപയോഗിക്കുന്നതും പുതിയ ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളവർക്ക് 3 ഗണന നൽകുന്നതും ദീർഘകാല അടിസ്ഥാനത്തിൽ ലാഭകരമാണ്. സ്വിച്ച് ഓഫ് ചെയ്താലും പ്ലഗ് പോയിന്റുകളിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങളിൽ നിന്ന് വൈദ്യുതി നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ ഉപയോഗശേഷം പ്ലഗുകൾ ഊരിയിടുന്നത് നല്ല ശീലമാണ്. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഉപകരണങ്ങൾ ഉപയോഗമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ വൈദ്യുതി പാഴാക്കുന്നതിന് ഒഴിവാക്കാൻ പ്രത്യേക ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാഴാക്കാതെ സംരക്ഷിക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിയും അധികമായി ഉത്പാദനം ചെയ്യുന്ന ഒരു യൂണിറ്റിനു തുല്യമാണ്. ഇത് വൈദ്യുതി ബിൽ കുറയ്ക്കാനുള്ള മാർഗം മാത്രമല്ല, വരും തലമുറക്കായി പരിസ്ഥിതി സംരക്ഷിക്കാനും സംസ്ഥാനത്തിൻ്റെ ഊർജ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ്. ഓരോ യൂണിറ്റ് ഊർജവും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ മഹത്തായ ദൗത്യത്തിൽ സർക്കാരിനെയും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെയും പിന്തുണച്ച് മിതവ്യയത്തിലും ഉത്തരവാദിത്തപരമായ ഉപഭോഗത്തിലും മാതൃക ആകാൻ എല്ലാവരോടും ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ വെല്ലുവിളിയെ
വിജയകരമായി മറികടക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് 24 മണിക്കൂറും വിശ്വസനീയവും സ്ഥിരതയാർന്നതുമായ വൈദ്യുതി വിതരണം ഉറപ്പാക്കാനും സാധിക്കും. നന്ദി. ജയ് ഹിന്ദ്.